തമ്പി വന്നിട്ടുണ്ട്. അവനെ വിളിക്കടാ. തമ്പി, ഒറ്റയ്ക്ക് നീ കലക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. നിന്നെ എല്ലാരും പുകഴ്ത്തിയാ പറയുന്നത്, ഇവനൊഴികെ. എന്നാ നിന്നെ കണ്ട അടുത്ത വീട്ടിൽ പയ്യനെ പോലെയാണല്ലോ തോന്നുന്നത്. നിങ്ങളെ കണ്ട ഓപ്പോസിറ്റ് വീട്ടിലെ അങ്കിളിനെ പോലെ ഉണ്ട്. എന്നെപ്പറ്റി നിനക്കറിയില്ല. അറിഞ്ഞു വെച്ചോ, എനിക്ക് 3 കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. 1, കൊല്ലുന്നത് ഇഷ്ടമാ. 2, കൊല്ലുന്നത് ഇഷ്ടമാ. 3, കൊല്ലുന്നത് മാത്രമാണ് ഇഷ്ടം. യമന്റെ സെറോക്സാ ഞാൻ. ഏത് ഡ്രിങ്കാ കഴിക്കാറ്? റം, വിസ്കി? വേണ്ട. സാരമില്ല, പറഞ്ഞോ, പേടിക്കണ്ട. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ശീലം എനിക്കില്ല. എനിക്ക് തോന്നിയാ ഞാൻ വാങ്ങി കുടിക്കും. ഡേയ്, ഇവനെ പറ്റി പറഞ്ഞത് വളരെ കറക്റ്റാ. വേദനിച്ചാൽ സഹിക്കണം, കരയാൻ പാടില്ല. കൊന്നുകളയും. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ? ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ തന്നെ. ഓ, ഗുരു ഇനിയില്ല. ആ സ്ഥാനം നിനക്കാ. സെൻട്രൽ മിനിസ്റ്ററെ കൊല്ലണം. നവംബർ 14 ചിൽഡ്രൻസ് ഡേ. സെൻട്രൽ മിനിസ്റ്റർ ഒരു സ്കൂൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കണം. കുട്ടികളോ? ഏത് കുട്ടികള്? സ്കൂൾ കുട്ടികൾ മരിച്ചാലോ? പോന്നെങ്കിൽ പോട്ട്, അതല്ലേ എന്റെ കോൺസെപ്റ്റ്. മിനിസ്റ്റർ വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ കുട്ടികളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ? കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതാ എന്റെ കോൺസെപ്റ്റ്. നീ മിനിസ്റ്ററെ കൊല്ല, കുട്ടികളെ ഇവൻ കൊന്നോളും. അവനെയും കൊല്ലാൻ സമ്മതിക്കില്ല. ആലോചിച്ച് പറ. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്ക് ഞാൻ പോലും മാറ്റില്ല. മുഹമ്മദ് മൊയ്തീൻ ഖാൻ, ഈ അറസ്റ്റ് നീ ചെയ്ത ലൈഫ് ടൈം മിസ്റ്റേക്ക് ആണ്. ഇതാടാ എന്റെ ലൈഫ് ടൈം ടാർഗറ്റ്. പ്രതീക്ഷ വളരെയേറെയാ. ബിസിനസ് സംസാരിക്കുന്നു. ചാൻസ് തരാം. പെട്ടെന്ന് ആക്ഷൻ എടുത്താ നിന്റെ അവസാന നിമിഷം വരെ എന്റെ റിയാക്ഷൻ ഉണ്ടാവും. നീ ദിവസം 5 തവണ നിസ്കരിക്കുന്നവനാ. ഞാൻ ദിവസം 5 പേരെ കൊല്ലുന്നു. എന്റെ കൈ നല്ല രാശിയുള്ളതാ. സത്യസന്ധമായി ജീവിക്കുന്ന എത്രയോ പോലീസ് ഓഫീസിനെ കറപ്ഷനിലേക്ക് ആനയിച്ച് കയ്യാ. വരുന്നോ? ചില കറപ്റ്റ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഓഫീസറിനെ കണ്ട നിന്ന നിൽപ്പിൽ തന്നെ നിനക്ക് മൂത്രം പോവടാ. പോയില്ലല്ലോ. മൂത്രം പോയില്ല. നിന്നെ ഈ ടിക്കിന്റെ അടുത്ത് അടിച്ച മൂത്രത്തിന്റെ കൂടെ രക്തം പോവടാ. നീ ഈ സിറ്റിക്ക് മാത്രം കമ്മീഷണറാ, ഞാൻ ഇന്റർനാഷണൽ ഡോൺ. നിന്റെ മേലുദ്യോഗസ്ഥന്മാർ എന്നെ കണ്ടാ സല്യൂട്ട് അടിക്കും. നീയും സല്യൂട്ട് അടിക്കൂ എന്നെ. ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് അടിക്കുന്ന ഈ കൈകൊണ്ട് നിന്നെ പോലത്തെ നീചനായ ദേശദ്രോഹിക്ക് ഒരിക്കലും ഞാൻ സല്യൂട്ട് അടിക്കില്ലടാ. നീ ഒരു ദിവസം എന്നെ സല്യൂട്ട് അടിക്കൂടാ, അടിപ്പിക്കൂടാ. നിന്നെ അടിപ്പിക്കണം തന്നെ ഞാൻ. ഇവന് വെള്ളോ ചോറോ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ, പക്ഷെ ഉറങ്ങാൻ സമ്മതിക്കരുത്. ഇവന്റെ കണ്ണടഞ്ഞ അപ്പടിച്ചോണം. കാണിച്ചു തരാണം തന്നെ ഞാൻ ഉറങ്ങില്ല മക്കളെ. ചത്താലും കണ്ണു തുറന്നു തന്നെ ചാവും. ഞാൻ ഉറങ്ങൊന്നുമില്ല. ഉറങ്ങില്ല. ഫയൽസ് ഉണ്ടോടാ നിനക്ക്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വണ്ടി എന്തിനാടാ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട്? പിറുപിറുക്കുന്നേ? നാക്കറുത്തളയും ഞാൻ. ചോറാണോടാ നിന്നോടാ?
ചോറാണോ തിന്നുന്നത്? ഗോപി, മിനിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു, വേഗം വാ. ഏത് ബ്രീഡാ നീ? നന്നായി കുറയ്ക്കുന്നല്ലോ. നിനക്കും ഫയൽസ് ഉണ്ടോ? സാർ, അലി അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. അലിബായോ? അവനെ എങ്ങനെ സാർ പിടിക്കാൻ പറ്റുക? അവൻ ഇന്റർപോളിന് എത്ര നാളായിട്ട് കളിക്കുന്നു? അവനെ പിടിക്കുന്നവരെ ഞാൻ ഉറങ്ങില്ല സാർ. അവനെ കിട്ടിയ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യാം സാർ. അലിബായി അറസ്റ്റ് ചെയ്തിട്ടില്ല. വാട്ട്? ഇവൻ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പൊ മിനിസ്റ്ററെ വിളിച്ചത്. ഇവൻ കസ്റ്റഡിയിലുള്ളത് ലീക്ക് ഔട്ട് ആവാൻ പാടില്ല. ഔട്ട് ഗോയിങ് പോവില്ല, ഇൻകമിങ് ഫ്രീയാ. എന്താടാ ഇത്? കമ്മീഷണർ അലിബായി അറസ്റ്റ് ചെയ്തിട്ടില്ലാന്ന്. അതാ എനിക്കും മനസ്സിലാവാത്ത. എന്തായാലും കമ്മീഷണർ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല. പറ. എവിടെയുള്ളേ? ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ. അല്ല, നീ ഇവിടെ തന്നെയുണ്ട്. കണ്ടോ അവള്? ഇല്ലല്ലോ. കള്ളം പറയണ്ട, നീ ഇവിടെ ഉള്ളത്. നീ ഇപ്പൊ അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയുണ്ട്. എനിക്ക് തോന്നുന്നില്ലല്ലോ. വീണ്ടും കള്ളം പറയാ. നീ ഇവിടെ തന്നെയുണ്ട്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ ഇവിടെ തന്നെയാ ഉള്ളത്. ഞാൻ പോസ്റ്റ് ഓഫീസിലാ ഉള്ളത്. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നീ ഇവിടെ തന്നെയല്ലേ? My love is true. എന്തിനാടാ ഇങ്ങനെ ദമ്മടിച്ച് ശരീരം ചീത്താക്കുന്നത്? ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതാണോ നീ പറഞ്ഞ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസിലേക്ക് പോവാൻ പോവാ. പോസ്റ്റ് ഓഫീസിൽ പോകുന്ന കോലം കണ്ടില്ലേ? എന്താടാ ഈ കോലത്തിൽ പോസ്റ്റ് ഓഫീസിൽ കേറ്റൂലേ? വേണമെങ്കിൽ ഞാൻ സ്റ്റാമ്പ് തന്നെ റിലീസ് ചെയ്യും. നീ സ്ഥലത്തില്ലെന്നല്ലേ പറഞ്ഞേ? മനുഷ്യനെ കൊല്ലുന്നവന് മനസ്സിനെ പറ്റി എന്തറിയാം? ആരെങ്കിലും സ്നേഹിച്ചാലേ അറിയൂ. എന്താ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഡ്രോപ്പ് ചെയ്യാ. ആ ചെറുതായിട്ടൊരു നുണ പറഞ്ഞതാ. അതിന് നീ പെട്ടെന്നൊരു ഷോക്ക് വരുമെന്ന് ഞാൻ എങ്ങനെ കരുതുക? That's why I hate you. I hate you completely. നീ ഇപ്പൊ ദേഷ്യത്തിലാ. പിന്നെ സംസാരിക്കാം. പോ ക്ലാസ്സിൽ പോ. That's why I hate you completely. എന്താടാ നിന്റെ കരവി ഇങ്ങനെയാണോ? എന്താ? ടെൻഷൻ പാർട്ടികളാടാ. ഈ പെമ്പിള്ളേരെ ഇങ്ങനെ തന്നെയാ. മറന്നേക്ക്. വേസ്റ്റ്. നീയും എനിക്ക് വേസ്റ്റാ. മറന്നേക്കാം. പോവാൻ പറയടാ. ടിവിയിലെ പരസ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ട് പോവാൻ പറയടാ. ആ ഇപ്പൊ സത്യമായിട്ടും പോയി. ദുബായിൽ ഒരു ഷേക്ക് ഉണ്ട്. 300 ഒട്ടകം ഞാനാണ് കൊടുത്തത്. പറയടാ, എന്താ നിന്റെ പ്ലാൻ? പറയടാ. കയ്യില് മുടി കിട്ടിയെന്നും പറഞ്ഞ ഒത്തിരി ആട്ടടാ. ഏയ്, എല്ലാവർക്കും നീ അലീബായ, എനിക്ക് നീ എലിയടാ, എലി. ചവിട്ടി കൊല്ലും നിന്നെ ഞാൻ. കൊന്നുകളാ? ഇത്രയും പേരുണ്ടല്ലോ, കൊല്ലാൻ പറ. പറ്റില്ല. മാക്സിമം നീ എന്ത് ചെയ്യോടാ? കോടതി കൊണ്ടുപോയി കയറ്റി നിർത്തും. അവിടെ ഞാൻ എന്ത് പറയുന്നറിയാമോ? അമിതാഭ് ബച്ചനും ഞാനും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയും. എവിഡൻസിന് ബോംബെയിൽ പങ്കെടുത്ത 2 പേരുടെ വീഡിയോ ഉണ്ട്. നിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയും. ദുബായിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്റെ കയ്യിൽ. എനിക്കും ഇവർ 2 പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിന് 10 വർഷം എടുക്കേണ്ടി വരും. ഞാൻ എലിയാടാ, പക്ഷെ മലയുടെ അടിവാരത്ത് ഞാൻ നുഴഞ്ഞു കയറുന്നവനാ. എന്താ ആലോചിക്കുന്നത്? ഡീല് സംസാരിക്കാം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ എന്റെ കൈ കിട്ടിയ അവനെ പിടിച്ച ജയിലിൽ അടയ്ക്കോടാ. കൊണ്ടുവാ, അവനെയും ചേർന്ന് ഡീൽ സംസാരിക്കാം.